ഏറനാട്, ആ പേരിൽ തന്നെയുണ്ട് എല്ലാം. ഈ നാടിന്റെ പോരാട്ട വീര്യവും അതിജീവന കഥകളുമെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ കേരളക്കരയിൽ നിന്ന് പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ് ഈ നാട്. അതിലൊന്നാണ് ഇനി പറയുന്നത്. സീതി ഹാജി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ. കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത തരത്തിൽ സർക്കാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രം. തികച്ചും സൗജന്യമായ സാധാരണക്കാരുടെ ഒരു ക്യാൻസർ ആശുപത്രി. സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസും കേരള സർക്കാരും ചേർന്ന് 2021 ഈ വേറിട്ട ആശുപത്രിക്ക് തുടക്കം കുറിച്ചത്. വയനാട് MP ആയിരുന്ന ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടുന്നതിന് പിന്നിലും ചില നൊമ്പരപ്പെടുത്തുന്ന കഥകളുണ്ട്. ഇതിന്റെ എല്ലാം അമരക്കാരനായ ഏറനാടിന്റെ ജനകീയ MLA ശ്രീ PK ബഷീർ സാഹിബ് തന്നെ അത് പറയട്ടെ. എൻ്റെ വന്ദനായ പിതാവിന് സീതി ഹാജിക്ക് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. ചികിത്സക്ക് അമേരിക്കയിലൊക്കെ പോയി 59-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് പാപ്പ യാത്ര വന്നു. കഴിഞ്ഞ 96 എൻ്റെ രണ്ടാമത്തെ മകളെ SLCക്ക് പഠിക്കുമ്പോൾ എൻ്റെ മകൾക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായി ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസർ രോഗം കണ്ടുപിടി. നീണ്ട 4.5 കൊല്ലം ഞാൻ ഇന്ത്യയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സക്ക് വേണ്ടി മകളുമായിട്ട് പോയി. ആ സമയത്തൊക്കെ ഞാനങ്ങനെ ആലോചിക്കും, ഇതൊരു സാധാരണക്കാരെ ഒരു കുടുംബത്തിൽ വന്നാൽ, ഒരു സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ഒരു കുടുംബത്തിൽ ആൾക്ക് അസുഖം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്നുള്ളത് ആലോചിക്കണം. എൻ്റെ മകൾ 2001 19-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിടവും. ഇന്ന് നമ്മുടെ നാട്ടിൽ ദൈനംദിനം ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളുടെ ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ സാധാരണക്കാരായ രോഗികൾ തിരുവനന്തപുരം RCCയിലേക്കും മറ്റും വണ്ടി കയറുകയാണ് ചെയ്യുന്നത്. അതിന് ചെറിയ രീതിയിലെങ്കിലും പരിഹാരം കാണാൻ ഈ കൊച്ചു ക്യാൻസർ സെന്ററിനായിട്ടുണ്ട്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണവും ഈ ആശുപത്രിക്കൊരു മുതൽക്കൂട്ടാണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ 2 ഡോക്ടർമാരെയും 2 നഴ്സിംഗ് സ്റ്റാഫിനെയും സർക്കാർ സർവീസിൽ നിന്നും നിയമിച്ചിട്ടുണ്ട്. എടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭൂമിയിൽ MLA ഫണ്ടും MP ഫണ്ടും ലഭ്യമാക്കിയാണ് ഈ ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും ദൈനംദിന ചെലവുകൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതും PK ബഷീർ സാഹിബ് ചെയർമാനായ സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് എന്ന ട്രസ്റ്റാണ്. പിന്നെ കേരളത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംരംഭമാണ്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കൂടെ ഒരു ട്രസ്റ്റ് നേതൃത്വം നൽകിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് കേരളത്തിൽ വേറെ എവിടെയും ഇല്ല. ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള OPയിൽ ദിനംപ്രതി നിരവധി രോഗികളാണ് എത്തുന്നത്. ഇവിടെ വന്ന കാലയളവിൽ ഇവിടെ ആൾക്കാർക്ക് വരാൻ മടിയായിരുന്നു, വരാറില്ല. നമ്മൾ കുറേ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു, ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സെൻറ്ററിനെ പറ്റി അറിഞ്ഞ് വന്നിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ സ്ക്രീനിങ്ങിന് വേണ്ടി തന്നെ, ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല സ്ക്രീനിങ്ങിന് വേണ്ടി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രോഗം കണ്ടെത്തുന്നതിനാവശ്യമായ PAP ടെസ്റ്റ്, FNAC ആൻഡ് ബയോപ്സി ടെസ്റ്റുകൾ ഇവിടെ ലബോറട്ടറിയിൽ നിന്നും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം റേഡിയോളജി വിഭാഗത്തിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങും മാമോഗ്രാമും എക്സ്റേയും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ റേഡിയോളജിസ്റ്റ് ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിനായി നിരവധി പേരാണ് സെന്ററിലെത്തുന്നത്. സ്ത്രീകളിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന സ്തനാർബുദം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനുള്ള മാമോഗ്രാം ടെസ്റ്റും വളരെ ജനകീയമായി തന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നു. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിങ് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നേരത്തെ കണ്ടെത്താനും കഴിയും, ട്രീറ്റ്മെൻറ്റ് നേരത്തെ കഴിയാനും പറ്റും, 100% ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. അതുകൊണ്ട് സ്ക്രീനിങ് മാമോഗ്രാം 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ലക്ഷണങ്ങൾ ഉള്ളവർ മാത്രമല്ല ഇല്ലാത്തവരും, വർഷത്തിലാണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ അറ്റ്ലീസ്റ്റ് 2 വർഷം കൂടുമ്പോഴെങ്കിലും മാമോഗ്രാം ചെയ്യണമെന്നാണ്. സീതി ഹാജി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ചിലവേറിയതുമായ ഒരു ചികിത്സയാണ് കീമോതെറാപ്പി. വിവിധ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിന്ന് പോലും
കീമോതെറാപ്പിക്കായി രോഗികൾ ഇവിടേക്കെത്തുന്നു. ഒരുപാട് ആളുകൾ പ്രയാസവും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനിൽ കീമോതെറാപ്പിക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത്. ഇവിടെ നമുക്കറിയാം മലബാറിൽ അല്ലെങ്കിൽ ശരി, അതിന് ഒരു വെളിപ്പാട് അങ്ങനെ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫ്ലോർ വന്നു. രാഹുൽ ഗാന്ധി അതായത് MP ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി. അപ്പോൾ അതിന് ഇൻഫ്രാസ്ട്രക്ചർ സിരിയ സെൻ്റർ ചാരിറ്റീസ് ഉണ്ടാക്കി. ഇതും കൂടി വരുമ്പോൾ ഇവിടെ ഒരു ദിവസം തന്നെ 40 ആൾക്ക് കീമോ കൊടുക്കാൻ കഴിയും. വളരെ ചിലവേറിയ കീമോ മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി സൗജന്യമായി നൽകുന്നു. സെന്ററിന്റെ 1-ാം നിലയിൽ 12 ബെഡുകളാണ് നിലവിൽ കീമോതെറാപ്പിക്കായി ഒരുക്കിയിട്ടുള്ളത്. ഈ ചെറിയ കാലയളവിൽ തന്നെ ആയിരക്കണക്കിന് രോഗികൾ കീമോ ചെയ്യാനായി ഇവിടെ എത്തി എന്നത് തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി എത്രത്തോളമെന്ന് വിളിച്ചോതുന്നു. നമുക്കത് പറയാൻ വാക്കുകളില്ല. അതിൽ എങ്ങനെ പറയാം, ബഷീറാക്കിൻ്റെ ഇവിടെ കൊണ്ടുവന്നത് അത്രയും വലിയൊരു ഉപകാരമാണ് ജനങ്ങളിലേക്ക്. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അറിവിൽ ഞാൻ കുണ്ടുത്തോട് 6-ാം വാർഡാണ് എടവണ്ണ പഞ്ചായത്തിൽ. ഞങ്ങളെ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇതൊരു കേന്ദ്രമാണെന്ന് തന്നെ പറയാം. ക്യാൻസറിൻ്റെ ഒരു 4-5 വീടുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. അവർക്കൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇവിടുന്നാണ് കീമോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. 2-ാം നിലയിൽ കൂടുതൽ ബെഡുകളോട് കൂടിയ കീമോ വാർഡും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഏറനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രോഗികൾ കേട്ടറിഞ്ഞും മറ്റും ഈ സെന്ററിൽ എത്തുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ 8 കീമോ കഴിഞ്ഞ് അതിനുശേഷം റേഡിയേഷൻ ചെയ്യാൻ പിന്നെ കോഴിക്കോട് തന്നെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് പോയി. അതും കഴിഞ്ഞ് വന്ന് ഇവിടെ തന്നെ പിന്നെയും വന്നേ. പിന്നെ ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്നാണ്, ഹോർമോണിൻ്റെ ഇഞ്ചക്ഷനായിട്ട് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് ഇനിയിപ്പോൾ 6 മാസം കൂടുമ്പോൾ ഇനി വെക്കണം. വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഒരു തരത്തിലും ക്യാൻസർ രോഗികൾക്ക് പ്രയാസങ്ങളില്ലാതെ ഇവിടെ എത്തി ചികിത്സയെടുക്കാനാകും. നാടിന്റെ പുരോഗതി എന്നാൽ നല്ല ആരോഗ്യമുള്ള സമൂഹവും ജനങ്ങളും ഉണ്ടാവുക എന്നതുകൂടിയാണ്. അത് കൃത്യമായി ബോധ്യമുള്ള ഒരു ജനപ്രതിനിധി നയിക്കുന്ന ഈ സ്ഥാപനം മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. ഒത്തിരി ഭാവി പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന, ഇന്നിപ്പോൾ ചികിത്സ ഏറ്റവും അധികം ചെലവ് വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു ആശ്വാസം നൽകുക എന്നുള്ളതാണ്. MLA പറഞ്ഞ പോലെ MLA ഇടപെട്ട് പേഷ്യൻസിന് ചെറിയ സെറ്റപ്പ് അല്ല, നല്ല സെറ്റപ്പിൽ തന്നെ പേഷ്യൻസിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. അതിനായി ജില്ലയിലുടനീളം നിരവധി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസുകളും രോഗനിർണയ ക്യാമ്പുമൊക്കെ സംഘടിപ്പിക്കാനും സെന്റർ മുന്നിൽ നിന്നിട്ടുണ്ട്. സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസിന്റെ മറ്റൊരു ജീവകാരുണ്യ സംരംഭവും എടവണ്ണയിൽ ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മുടെ നാട് ഭയാശങ്കയോടെ കേൾക്കുന്ന ഒരു അസുഖമാണ് വൃക്കരോഗം. ഇരുവൃക്കകളും തകരാറിലായാൽ ഡയാലിസിസ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ല. വൃക്ക മാറ്റിവെക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായാണ് ഇന്ന് സാധ്യമാകുന്നത്. അതിനാൽ വൃക്കരോഗികളുടെ ജീവൻ നിലനിർത്താൻ നാട് ഒരുമിച്ച് നിന്നേ മതിയാകൂ. സ്വകാര്യ ആശുപത്രികളിൽ ഒരു ഡയാലിസിസിന് മാത്രം 1500 രൂപ മുതൽ മുകളിലോട്ടാണ് പണച്ചിലവ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ എത്ര സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായാൽ പോലും അവർ ഒന്നുമില്ലാത്തവരായി തീരും. അതിനാൽ നമുക്കവരെ സഹായിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാം. സീതി ഹാജി ചാരിറ്റീസ് ട്രസ്റ്റ് എടവണ്ണ യതീംഖാനയുടെ ഭൂമിയിൽ ഒരു ജനകീയ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 10 മെഷീനോടുകൂടിയാണ് സീതി ഹാജി ഡയാലിസിസ് സെന്ററിന്റെ തുടക്കം. നിർധന ഡയാലിസിസ് രോഗികളുടെ ജീവൻ നിലനിർത്താനും നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതെല്ലാം നമ്മുടെ കടമ കൂടിയാണ്. അതിനാൽ ഈ തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. പാവപ്പെട്ട ക്യാൻസർ ഡയാലിസിസ് രോഗികളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. കൂടെ ഉണ്ടാവണം. കൂടുതൽ ജീവിതങ്ങളിലേക്ക് നിറം പകരാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. പ്രാർത്ഥനകൾ.